ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ബ്രെഡും മുട്ടയും കൊണ്ടും നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാവുന്ന ഒന്നാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അങ്ങനെ ഞാനിവിടെ ബ്രെഡെല്ലാം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് നമുക്കിനി ഇതൊന്ന് അടിച്ചെടുക്കണം. ഞാൻ 6 ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊട്ടിച്ച കോഴിമുട്ട ഒരെണ്ണം നമുക്കിങ്ങോട്ട് ചേർക്കാം. ഒരു കോഴിമുട്ട ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു 3-4 ഏലക്ക ഞാൻ ഇടുന്നുണ്ട്. അതൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനകത്തോട്ട് വേണ്ടതൊരു 1/4 കപ്പ് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് എടുക്കാം. 1/2 കപ്പ് 1 കപ്പ് പഞ്ചസാര എടുക്കണമെങ്കിൽ എടുക്കാം. ബ്രെഡിന് ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ടിട്ട് ഒത്തിരി മധുരം വേണ്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വേണം നമ്മുടെ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇതുപോലെ തന്നെ നമ്മൾ ഒരു മാവ് പോലെ കുഴച്ചെടുക്കുവാണ്. അപ്പം അന്നേരം നമുക്ക് എന്താണ് വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അന്നേരം കുറച്ച് നമ്മളത് ആഡ് ചെയ്യണം. ഒരു 2 ടേബിൾ സ്പൂണോളം. കാരണം നമ്മുടെ ഈ ബ്രെഡ് മൈദ കൊണ്ടായതുകൊണ്ടിട്ട് നമ്മൾ ഈ ബ്രെഡ് നമ്മൾ ആ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അപ്പം നമുക്ക് ഈ പറയും പോലെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ടല്ലേ നമ്മൾ കുഴച്ചെടുക്കുന്നത്, അപ്പം അരച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഒട്ടിപ്പിടുത്തം മാറി ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഞാനിവിടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ നമുക്കിത് നല്ലൊരു മാവിൻ്റെ രീതിയിലാക്കി എടുക്കാം. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ നമുക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യും കൂടി ചേർക്കാം. അങ്ങനെ എന്നിട്ട് നമുക്കിതെല്ലാം ഒരു ഉരുള ബോൾസ് പോലെ ഞാനിവിടെ ആക്കി എടുക്കുവാണ്. നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ ബോൾസ് പോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് പാത്രത്തിലോട്ടാക്കി മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനിതുപോലെ ഓരോ ബോൾസാക്കി ഞാനിതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ബോൾസ് പല പല ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ബോൾസ് രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതുപോലെ തന്നെ ഒരു പാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. എണ്ണ കുറേശ്ശെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പം വറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഓരോന്നും നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. വളരെ തീ കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരും തീ കൂട്ടി വയ്ക്കരുത്, കാരണം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടില്ലേ, എല്ലാ വശവും നല്ലതുപോലെ ബ്രൗൺ ആയിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ബ്രൗൺ ആയിട്ട് എല്ലാ വശവും മൊരിഞ്ഞ് വരണം. തീ സിമ്മിൽ തന്നെ ഇടാൻ മറക്കരുത്. ഒരിക്കലും തീ കൂട്ടി വയ്ക്കരുത്. പെട്ടെന്ന് തന്നെ ബ്രെഡ് ആയതുകൊണ്ട് അധികം വേവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നത് ഒരു വിഭവമാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. അടുത്ത ഉരുളകളും ഇതേപോലെ തന്നെ പാനിലോട്ട് ഇടുക. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ബോൾസെല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അങ്ങനെ ഫൈനലി ഞാനിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റാണ്. ഇടുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് നല്ല ബോൾ പോലെ ഇരിക്കുന്നു. അപ്പം നന്നായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. ഇത് കണ്ടില്ലേ, ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് പുറത്ത് ക്രിസ്പിയും അകത്ത് ഭയങ്കര സോഫ്റ്റുമാണ്. അങ്ങനെയാണ് ഈ ഒരു കൺസിസ്റ്റൻസി ഇരിക്കുന്നത്. തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഒടിഞ്ഞ് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബായ്.